We have linear Diophantine equations. Short ആയിട്ട് നമ്മൾ LDE എന്ന് എഴുതാറുണ്ട്, ലീനിയർ ഡയഫന്റൈൻ ഇക്വേഷൻ. അപ്പോൾ എന്താണ് ലീനിയർ ഡയഫന്റൈൻ ഇക്വേഷൻ എന്ന് ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് ഡയഫന്റൈൻ ഇക്വേഷൻ എന്ന് നോക്കാം. ഡയഫന്റൈൻ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻസ് വിത്ത് ഇൻ്റഗ്രൽ കോഎഫിഷ്യൻസ് ആർ നോൺ ആസ് ഡയഫന്റൈൻ ഇക്വേഷൻസ്. അതായത് ഒരു ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ അതിലെ കോഎഫിഷ്യൻസ് ഒക്കെ, അതിൽ കോഎഫിഷ്യൻസും ഉണ്ടാവും, വേരിയബിൾസും ഉണ്ടാവും. അതിൽ കോഎഫിഷ്യൻസ് ഒക്കെ ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ അങ്ങനെയുള്ള ഇക്വേഷൻസിനെ നമുക്ക് ഡയഫന്റൈൻ ഇക്വേഷൻ എന്ന് പറയാം. ഇപ്പോൾ 2x + 3y = 4 ഇതൊരു ഇക്വേഷനാണ്. അതിൽ എക്സും വൈയും വേരിയബിൾസ് ആണ്. 2, 3 അത് കോഎഫിഷ്യൻസ് ആണ്. ആൻഡ് -4 = 0 എന്ന് എഴുതിയാൽ നമുക്ക് -4 അല്ലെങ്കിൽ +4 അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ടും കൺസിഡർ ചെയ്യാം. സോ ഇവിടെ വേരിയബിൾസിൻ്റെ കൂടെ വരുന്നതിനെ നമ്മൾ കോഎഫിഷ്യൻസ് എന്ന് പറയാം. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 2 ആണ്, വൈയുടെ കോഎഫിഷ്യൻറ്റ് 3 ആണ്. അത് രണ്ടും ഇൻറ്റീജേഴ്സ് ആണ്. സോ ദിസ് ഈസ് എ ഡയഫന്റൈൻ ഇക്വേഷൻ. അപ്പോൾ x² + y² = 1. ഇവിടെ എക്സും വൈയും ആണ് വേരിയബിൾസ്. എക്സിൻ്റെയും വൈൻ്റെയും കോഎഫിഷ്യൻസ് 1 ആണ്. സോ ഇറ്റ് ഈസ് ആൾസോ എ ഡയഫന്റൈൻ ഇക്വേഷൻ. x² + y² = z². ഇതും എന്താണ് ഡയഫന്റൈൻ ഇക്വേഷനാണ്. നമ്മളിങ്ങനെ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. 1/2x + 3/2y = 1. ഇവിടെ എക്സിൻ്റെയും വൈൻ്റെയും കോഎഫിഷ്യൻറ്റ്, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1/2 ആണ്, വൈയുടെ കോഎഫിഷ്യൻറ്റ് 3/2 ആണ്. സോ ദിസ് ഈസ് നോട്ട് എ ഡയഫന്റൈൻ ഇക്വേഷൻ. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇതിനെ ഇൻറ്റീജേഴ്സ് ആയിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് എഴുതാം. ഡയഫന്റൈൻ ഇക്വേഷൻ ആക്കി നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാം. അപ്പോൾ വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇൻറ്റീജേഴ്സ് ആയിട്ട് വരുന്ന ഇക്വേഷൻസിനെയാണ് ഡയഫന്റൈൻ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ലീനിയർ ഡയഫന്റൈൻ ഇക്വേഷൻസ്? അപ്പോൾ ഒരു ഡയഫന്റൈൻ ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞു. ഡയഫന്റൈൻ ഇക്വേഷൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിനെയാണ് നമ്മൾ ലീനിയർ ഡയഫന്റൈൻ ഇക്വേഷൻ അല്ലെങ്കിൽ LDE എന്ന് പറയുന്നത്. അതായത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുമ്പോൾ അതിലെ വേരിയബിൾസ് ഒക്കെ ലീനിയർ ആവുക. ലീനിയർ ആവുക എന്ന് പറയുമ്പോൾ പവർ 1 ആവുക. ഇവിടെ 2x + 3y = 4. എക്സിൻ്റെയും വൈയുടെയൊക്കെ പവർ 1 ആണ്. അതുപോലെ രണ്ടാമത്തെ ഇക്വേഷനിൽ x² + y² = 1 എന്നാണ്. അവിടെ എക്സിൻ്റെയും വൈയുടെ പവർ 2 ആണ്. അത് ലീനിയർ അല്ല. അതിൽ x² y² എന്നൊക്കെ വന്നിട്ടുണ്ട്. സോ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം വേരിയബിൾസ് ലീനിയർ ആവുമ്പോൾ അതിനെ ലീനിയർ ഡയഫന്റൈൻ ഇക്വേഷൻസ് എന്ന് പറയും. സോ ഒരു ലീനിയർ ഡയഫന്റൈൻ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ്, 2 വേരിയബിൾ ഉള്ള ഒരു ലീനിയർ ഡയഫന്റൈൻ ഇക്വേഷൻ്റെ ജനറൽ ഫോം ax + by = c എന്നായിരിക്കും. വേർ a, b, c ആർ ഇൻറ്റിജേഴ്സ്. സോ ഇതാണ് ഒരു ലീനിയർ ഡയഫന്റൈൻ ഇക്വേഷൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഡയഫന്റൈൻ ഇക്വേഷൻ്റെ, ലീനിയർ ഡയഫന്റൈൻ ഇക്വേഷൻ്റെ ജനറൽ ഫോം. ഇനി ഈ ലീനിയർ ഡയഫന്റൈൻ ഇക്വേഷന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുമോ, എപ്പോഴാണ് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മളൊരു തിയറായിട്ട് പറയുന്നത്. ദ ലീനിയർ ഡയഫന്റൈൻ ഇക്വേഷൻ ax + by = c has a solution if and only if d divides c, where d = GCD of a and b. If x0, y0 is any particular solution of this equation, then all other solutions are given by x = x0 + b/d and y = y0 - a/d into t, where t is an arbitrary integer. ഒരു ലീനിയർ ഡയഫന്റൈൻ ഇക്വേഷൻ ax + by എന്ന ഫോമിലുള്ള ax + by = c എന്ന ഫോമിലുള്ള ഒരു LDEക്ക് എപ്പോഴാണ് സൊല്യൂഷൻ ആവുക? ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. d ഡിവൈഡ് c എന്നുള്ളതാണ് കണ്ടീഷൻ. അതായത് ax + by = cക്ക് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ d എന്ന് പറഞ്ഞാൽ GCD of a and b. GCD of a and b cനെ ഡിവൈഡ് ചെയ്യും. ഇനി GCD of a and b cനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ax + by = cക്ക് സൊല്യൂഷൻ ഉണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയായിട്ടുള്ള കണ്ടീഷനാണ്. അതാണ് തിയറത്തിൻ്റെ ഫസ്റ്റ് പാർട്ട്. ഇനി സെക്കൻഡ് പാർട്ട് പറയുന്നത് if x0, y0 ഈസ് എനി പർട്ടിക്കുലർ സൊല്യൂഷൻ. അതായത് ഈ ഇക്വേഷൻ്റെ ax + by = c എന്ന് പറയുന്ന ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷനാണ് x0, y0 എങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള സൊല്യൂഷൻസ്, അതായത് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞു, d ഡിവൈഡ് c ആണ്. ഇനി അങ്ങനെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ ഒരു സൊല്യൂഷൻ മാത്രം ഉണ്ടാകാം. അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എക്സും പർട്ടിക്കുലർ വൈയും കൊടുത്താൽ മാത്രമേ
ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് വരാം. ചിലപ്പോൾ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാകാം. അപ്പോൾ ഒരു സൊല്യൂഷൻ എക്സ് നോട്ട് വൈ നോട്ട് ആണെങ്കിൽ ബാക്കിയുള്ള സൊല്യൂഷൻ കാണാൻ എന്ത് ചെയ്താൽ മതി? എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി ഇൻറ്റു ടി. എക്സ് കാണാൻ വൈ നോട്ട് മൈനസ് എ ബൈ ഡി ഇൻറ്റു ടി, വേർ ടി എന്ന് പറയുന്നത് ഒരു ആർബിട്രറി ഇൻറ്റീജർ ആണ്. ബാക്കിയുള്ള എല്ലാതും നമുക്കറിയാം. എക്സ് നോട്ട് വൈ നോട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും. ബി എന്താണെന്നറിയാം, ഡി എന്താണെന്നറിയാം. ഇനി ടി എന്ന് പറയുന്നത് ഒരു ആർബിട്രറി ഇൻറ്റീജർ ആണ്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് നോക്കാം. നമുക്ക് രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇക്വേഷൻ ലീനിയർ ഡിപെൻഡന്റ് ഇക്വേഷൻ എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി, അതൊരു LDE ആണ്. ഡി എന്ന് പറയുന്നത് GCD ഓഫ് എ ആൻഡ് ബി ആണ്. സോ ബൈ ഡെഫിനിഷൻ ഓഫ് GCD നമുക്ക് എന്ത് എഴുതാം? ഡി ഡിവൈഡ്സ് എ എന്നും ഡി ഡിവൈഡ്സ് ബി എന്നും എഴുതാം. സോ ബൈ ഡെഫിനിഷൻ ഓഫ് ഡിവിസിബിലിറ്റി ഡി ഡിവൈഡ്സ് എ എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു സം ഡി ഇൻറ്റു ആർ എന്ന് എഴുതാം, ഒരു ഇൻഡിജർ. അതുപോലെ ബി ഈക്വൽ ടു സം ഡി ഇൻറ്റു എസ്, വേർ ആർ ആൻഡ് എസ് ആർ സം ഇൻഡിജേഴ്സ് എന്ന് എഴുതാൻ പറ്റും. ഇനി ഫസ്റ്റ് നമ്മൾ സപ്പോസ് ചെയ്യാണ് എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സിക്ക് സൊല്യൂഷൻ ഉണ്ട് എന്ന് നമ്മൾ സപ്പോസ് ചെയ്യുക. സൊല്യൂഷൻ എക്സ് നോട്ട് വൈ നോട്ടാണ്. അതായത് എങ്ങനെ എഴുതാം? എക്സ് നോട്ട് വൈ നോട്ട് സൊല്യൂഷൻ ആണെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് നോട്ടും വൈയുടെ സ്ഥാനത്ത് വൈ നോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് സൊല്യൂഷൻ ആയതുകൊണ്ട് സി എന്ന് കിട്ടും. സോ എ എക്സ് നോട്ട് പ്ലസ് ബി വൈ നോട്ട് ഈക്വൽ ടു സി എന്ന് കിട്ടും. ഇനി ഈ എക്ക് നമ്മൾ ഡി ആർ എന്നും ബിക്ക് ഡി എസ് എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഡി ആർ ഇൻറ്റു എക്സ് നോട്ട് പ്ലസ് ഡി എസ് ഇൻറ്റു വൈ നോട്ട് ഈക്വൽ ടു സി. ഡി കോമൺ ആണ്. ആർ എക്സ് നോട്ട് പ്ലസ് എസ് വൈ നോട്ട് ഈക്വൽ ടു സി. അപ്പോൾ ഇതൊന്ന് ഡിവിസിബിലിറ്റിയുടെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് എന്ത് എഴുതാം? ഡി ഡിവൈഡ്സ് സി എന്ന് എഴുതാം. കാരണം സി ഈക്വൽ ടു ഡി ഇൻറ്റു ഒരു നമ്പർ എന്ന് എഴുതാൻ പറ്റുന്നുണ്ട്. സോ ഡി ഡിവൈഡ്സ് സി, ദാറ്റ് ഈസ് എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സിക്ക് ഒരു സൊല്യൂഷൻ ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. സോ വി ഗെറ്റ് ഡി ഡിവൈഡ്സ് സി. അപ്പോൾ ഒരു പാർട്ടായി. ഇനി നമ്മൾ എന്ത് അസ്യൂം ചെയ്യണം? കോൺവേഴ്സ്ലി ഡി ഡിവൈഡ്സ് സി എന്ന് നമ്മൾ സപ്പോസ് ചെയ്യുന്നു. എന്നിട്ട് സൊല്യൂഷൻ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഡി ഡിവൈഡ്സ് സി ആയതുകൊണ്ട് സീനെ നമുക്ക് ഡി ഇൻറ്റു സം ഇൻറ്റിജർ ടി, വേർ ടി ഈസ് എൻ ഇൻറ്റിജർ എന്ന് എഴുതാം. സി ഈക്വൽ ടു ഡി ടി. ഇനി ഡി എന്താണെന്ന് നമുക്കറിയാം, GCD ഓഫ് എ ആൻഡ് ബി ആണ്. അപ്പോൾ GCDയുടെ ഒരു തിയറം നമുക്കുണ്ട്. ഡി എന്ന് പറയുന്നത് GCD ഓഫ് എ ആൻഡ് ബി ആണെങ്കിൽ ദർ എക്സിസ്റ്റ് ഇൻറ്റിജേഴ്സ് യു ആൻഡ് വി. നമ്മൾ എക്സ് ആൻഡ് വൈ എന്നാണ് പഠിച്ചിട്ടുള്ളത്. ഇവിടെ എക്സും വൈ ആൾറെഡി നമ്മൾ ഇക്വേഷനിൽ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വേറെ രണ്ട് ഇൻറ്റിജേഴ്സ് എടുത്തു. ദർ എക്സിസ്റ്റ് യു ആൻഡ് വി, integers u and v such that au plus bv equal to d എന്ന് എഴുതാൻ പറ്റും. Now c equal to dt ആണ്. അപ്പോൾ ഡിയുടെ സ്ഥാനത്ത് നമ്മൾ ഇപ്പോൾ ഡിക്ക് കണ്ടുപിടിച്ച ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ c equal to au plus c equal to dt equal to au plus bv into t. അതിനെ നമുക്ക് a into ut plus b into vt എന്ന് എഴുതാം. That is c equal to a into ut plus b into vt. That is c equal to some a into ഒരു നമ്പർ x നോട്ട് എന്ന് കൊടുക്കാം പ്ലസ് b into y നോട്ട്. വേറെ x നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ut ആണ്. y നോട്ട് എന്ന് പറഞ്ഞാൽ vt ആണ്. So we get a solution x naught y naught such that a x naught plus b y naught equal to c. x naught എന്ന് പറഞ്ഞാൽ ut ആണ്, y naught എന്ന് പറഞ്ഞാൽ vt ആണ്. For some t belongs to z. അതായത് d divides c എന്ന് അസ്യൂം ചെയ്തു. we get a x plus b y ക്ക് സൊല്യൂഷൻ ഉണ്ടെന്ന് കിട്ടി. That is the equation linear dependent equation a x plus b y equal to c has solution if and only if d divides c where d equal to GCD of a and b എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് തിയറത്തിൻ്റെ ഫസ്റ്റ് പാർട്ട്. ഇനി സെക്കൻഡ് പാർട്ടിൽ ആ സൊല്യൂഷൻ്റെ ഫോം എന്താണ് എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സപ്പോസ് ചെയ്യാം, നമ്മൾ ആ സെക്കൻഡ് പാർട്ട് പറയുന്നത് എക്സ് നോട്ട് വൈ നോട്ട് ഒരു സൊല്യൂഷനാണ്. എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി എന്ന ഇക്വേഷൻ്റെ എന്ന LDEയുടെ. ഇനി ബാക്കിയുള്ള സൊല്യൂഷൻസ് എക്സ് നോട്ടും വൈ നോട്ടും ഉപയോഗിച്ചിട്ട് എങ്ങനെ എഴുതാം എന്നാണ് പറയുന്നത്. അപ്പോൾ എക്സ് നോട്ട് വൈ നോട്ട് ഒരു സൊല്യൂഷനാണ്. അതുകൊണ്ട് എങ്ങനെ എഴുതാം? നമുക്ക് എ എക്സ് നോട്ട് പ്ലസ് ബി വൈ നോട്ട് ഈക്വൽ ടു സി എന്ന് എഴുതാം. ഇനി x1 y1 വേറെ രണ്ട് സൊല്യൂഷൻസ് ആണ് എന്ന് സപ്പോസ് ചെയ്യാം.
അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം ax1 പ്ലസ് by1 ഈക്വൽ ടു സി എന്ന് എഴുതാം. അപ്പോൾ റൈറ്റ് സൈഡ് ഈക്വൽ ആണ്. സോ ലെഫ്റ്റ് സൈഡ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ax0 പ്ലസ് by0 ഈക്വൽ ടു ax1 പ്ലസ് by1. ഇനി ഈ എക്സിൻ്റെ ടേം അതായത് എയുടെ ടേം കൊണ്ടുവരാം. ax0 മൈനസ് ax1 പ്ലസ് by0 മൈനസ് by1 ഈക്വൽ ടു 0. ലെഫ്റ്റ് സൈഡിലേക്ക് രണ്ട് ടേമിനെയും ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. ഇനി ഇതിൽ എ കോമൺ ആണ് അല്ലേ? അപ്പോൾ എ ഇൻറ്റു x0 മൈനസ് x1 പ്ലസ് ബി ഇൻറ്റു y0 മൈനസ് y1 ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് എ ഇൻറ്റു x0 മൈനസ് x1 ഈക്വൽ ടു ഇത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് ബി ഇൻറ്റു y0 മൈനസ് y1 എന്ന് കിട്ടും. അപ്പോൾ ഈ മൈനസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഇവിടെ x0 മൈനസ് x1 എന്നുള്ളത് x1 മൈനസ് x0 എന്നാവും. എ ഇൻറ്റു x1 മൈനസ് x0 ഈക്വൽ ടു ബി ഇൻറ്റു y0 മൈനസ് y1. ദിസ് ഈസ് ഇക്വേഷൻ 1. അപ്പോൾ നമുക്ക് രണ്ട് സൊല്യൂഷൻ ഉണ്ടെന്ന് സപ്പോസ് ചെയ്തു. വി ഗെറ്റ് എ റിലേഷൻ എ ഇൻറ്റു x1 മൈനസ് x0 ഈക്വൽ ടു ബി ഇൻറ്റു y0 മൈനസ് y1. ഇനി ഡി നമുക്കറിയാം. ഡി എന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെയും ജി സി ഡി ആണ്. ജി സി ഡി ഓഫ് എ ആൻഡ് ബി. അതുകൊണ്ട് തന്നെ ഡി ഡിവൈഡ്സ് എ ആണ്, ഡി ഡിവൈഡ്സ് ബിയുമാണ്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഡി ആർ എന്ന് എഴുതാം, ബി എന്ന് പറഞ്ഞാൽ ഡി എസ് എന്ന് എഴുതാം. ഫോർ സം ഇൻറ്റിജേഴ്സ് ആർ ആൻഡ് എസ് നമ്മൾ നേരത്തെ ഫസ്റ്റ് പാർട്ടിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആറിന് എ ഈക്വൽ ടു ഡി ആർ ആണ്. സോ ആറിന് നമുക്ക് എ ബൈ ഡി എന്ന് എഴുതാം. എസിന് എങ്ങനെ എഴുതാം? ബി ബൈ ഡി എന്ന് എഴുതാം. അപ്പോൾ ജി സി ഡി ഓഫ് എ ആൻഡ് ബി ഡി ആണെങ്കിൽ ജി സി ഡി ഓഫ് എ ബൈ ഡി ബി ബൈ ഡി 1 ആയിരിക്കും എന്ന് നമ്മൾ ജി സി ഡിയുടെ ഹെഡിങ്ങിന് താഴെ ഒരുപാട് തിയറംസ് ചെയ്തിരുന്നു. അതിലുള്ള ഒരു റിസൾട്ടാണ് ജി സി ഡി ഓഫ് എ ആൻഡ് ബി ഡി ആണെങ്കിൽ ജി സി ഡി ഓഫ് എ ബൈ ഡി ബി ബൈ ഡി 1 ആയിരിക്കും. എ ബൈ ഡി ബി ബൈ ഡി എന്ന് പറഞ്ഞാൽ എ ബൈ ഡി എന്ന് പറഞ്ഞാൽ ആറും ബി ബൈ ഡി എന്ന് പറഞ്ഞാൽ എസും ആണ്. അപ്പോൾ ജി സി ഡി ഓഫ് ആർ ആൻഡ് എസ് ഈക്വൽ ടു 1. ഇനി നമുക്ക് ഇക്വേഷൻ 1 ഉണ്ട്. ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു x1 മൈനസ് x0 ഈക്വൽ ടു ബി ഇൻറ്റു y0 മൈനസ് y1 എന്നാണ്. അതിൽ എക്ക് നമുക്ക് എന്ന് കൊടുക്കാം? ഡി ആർ എന്ന് കൊടുക്കാം. ബിക്ക് ഡി എസ് എന്ന് കൊടുക്കാം. ഇവിടെ രണ്ടുപേർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡി ആർ ഇൻറ്റു 1 ഇംപ്ലൈസ് ആണ്. ഇക്വേഷൻ 1 ഇംപ്ലൈസ് ഡി ആർ ഇൻറ്റു x1 മൈനസ് x0 ഈക്വൽ ടു ഡി എസ് ഇൻറ്റു y0 മൈനസ് y1 എന്നെഴുതാം. അപ്പോൾ ഡി ഗെറ്റിംഗ് ക്യാൻസൽഡ്. ആർ ഇൻറ്റു x1 മൈനസ് x0 ആർ ഇൻറ്റു x1 മൈനസ് x0 ഈക്വൽ ടു എസ് ഇൻറ്റു y0 മൈനസ് y1. ഇക്വേഷൻ നമ്പർ 2. ഈ 2 നമുക്ക് ആർ ഡിവൈഡ്സ് എസ് ഇൻറ്റു y0 മൈനസ് y1 എന്നെഴുതാം അല്ലേ? കാരണം എന്താ? എസ് ഇൻറ്റു y0 മൈനസ് y1നെ ആർ ഇൻറ്റു ഒരു നമ്പർ എന്ന് എഴുതാം. അതുപോലെ തന്നെ എന്തുകൂടെ എഴുതാം? എസ് ഡിവൈഡ്സ് ഇതേപോലെ തന്നെ എസിൻ്റെ ഇക്വേഷൻ നമ്പർ 2 ആർ ഡിവൈഡ്സ് എസ് ഇൻറ്റു y0 മൈനസ് y1 എന്ന് എഴുതിയ പോലെ എസ് ഡിവൈഡ്സ് ആർ ഇൻറ്റു x1 മൈനസ് x0 എന്ന് എഴുതാം. കാരണം എന്താ? ആർ ഇൻറ്റു x1 മൈനസ് x0 ഈക്വൽ ടു എസ് ഇൻറ്റു ഒരു നമ്പർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ആദ്യത്തെ പാർട്ടിൽ നിന്ന് ജി സി ഡി ഓഫ് ആറും എസും എന്താണ്? 1 ആണ്. അതുകൊണ്ട് ആറും എസും 1 ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. എ ഡിവൈഡ്സ് ബി സി ആണെങ്കിൽ, അതുപോലെ ജി സി ഡി ഓഫ് എ ബി 1 ആണെങ്കിൽ എ ഡിവൈഡ്സ് സി ആയിരിക്കും. ഇത് നമ്മൾ ജി സി ഡിയുടെ ടേമിൽ ഹെഡിങ്ങിന് താഴെ പ്രൂവ് ചെയ്തിട്ടുള്ള തിയറാണ്. അപ്പോൾ ജി സി ഡി ഓഫ് ആർ ആൻഡ് എസ് 1 ആണ്. സോ ആർ ഡിവൈഡ്സ് എ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആർ ഡിവൈഡ്സ് y0 മൈനസ് y1 എഴുതാം. ഇവിടെ അതേപോലെ തന്നെ എസ് ഡിവൈഡ്സ് x1 മൈനസ് x0 എന്ന് എഴുതാം. അപ്പോൾ രണ്ട് റിലേഷൻ കിട്ടി. ആർ ഡിവൈഡ്സ് y0 മൈനസ് y1 ആൻഡ് എസ് ഡിവൈഡ്സ് x1 മൈനസ് x0. അപ്പോൾ ഇതിൽ നിന്ന് y0 മൈനസ് y1 ഈക്വൽ ടു സം ആർ ഇൻറ്റു സം ഇൻറ്റിജർ ടി. ടി എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റിജറാണ്. ടി ബിലോങ്സ് ടു z. അപ്പോൾ y1 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? y1 ഈക്വൽ ടു
y1 equal to y0 minus rt എന്ന് എഴുതാം. ദാറ്റ് ഈസ് y0 മൈനസ് r എന്ന് പറഞ്ഞാൽ എന്താ? r എന്ന് പറഞ്ഞാൽ നമ്മൾ r എന്ന് കൊടുത്തത് a by d ക്കാണ്. a by d into t. Similarly here x1 minus x0 equal to s into t. t എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റിജർ ആണ്. സോ x1 equal to x0 plus st എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു x0 plus s എന്ന് പറഞ്ഞാൽ v by d എന്നാണ് t. ദാറ്റ് ഈസ് x0 y0 ഒരു സൊല്യൂഷൻ ആണെങ്കിൽ x1 y1 വേറൊരു സൊല്യൂഷനും ആണെങ്കിൽ x1നെ നമുക്ക് എങ്ങനെ എഴുതാം? x0 plus v by dt v by d into t and y1 equal to y0 minus a by d into t where t is an arbitrary integer എന്ന് കിട്ടും. അപ്പോൾ ഏതൊരു സൊല്യൂഷനും x0 y0 എന്നുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി മറ്റേതൊരു സൊല്യൂഷനെ നമുക്ക് എങ്ങനെ എഴുതാം? x0 plus b by dt y0 minus a by dt. ഇനി ഇത് സൊല്യൂഷൻ ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സൊല്യൂഷൻ ആണെങ്കിൽ എന്ത് കിട്ടണം? ax1 plus by1 equal to c എന്ന് കിട്ടണം. അപ്പോൾ a ഇൻറ്റു x1 എന്ന് പറഞ്ഞാൽ x0 plus v by dt plus v ഇൻറ്റു y0 minus a by dt ഈക്വൽ ടു c എന്ന് കിട്ടുന്നുണ്ടോ നോക്കാം. ax0 മൾട്ടിപ്ലൈ ചെയ്താൽ ax0 plus ab by dt plus by0 minus ab by dt. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു പോകും. വി ഗെറ്റ് ax0 plus by0. x0 y0 ഒരു സൊല്യൂഷനാണ് അല്ലേ, നമ്മൾ സപ്പോസ് ചെയ്തതാണ്. അപ്പോൾ x0 y0 സൊല്യൂഷൻ ആണെങ്കിൽ ax0 plus by0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? c ആയിരിക്കും. ദാറ്റ് ഈസ് ax1 plus by1 equal to c എന്ന് കിട്ടുന്നുണ്ട് ഈ x1ഉം y1ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. സോ ദാറ്റ് ഈസ് ദി പ്രൂഫ്. ഒരു ലീനിയർ ഡിപെൻഡന്റ് ഇക്വേഷൻ ax plus byക്ക് ഈക്വൽ ടു സിക്ക് സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി d ഡിവൈഡ് c ആയിരിക്കണം. d എന്ന് പറഞ്ഞാൽ a b അവയുടെ GCD ആണ്. ഇനി സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആ സൊല്യൂഷൻ്റെ ഫോം എന്തായിരിക്കും? x0 y0 ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ ആണെങ്കിൽ ബാക്കിയുള്ള എല്ലാ സൊല്യൂഷൻസിൻ്റെ ഫോം x1 ഈക്വൽ ടു x0 പ്ലസ് b by dt and y1 equal to y0 minus a by dt. And now we have a corollary of this theorem. If GCD of A and B equal to 1 and if x0 y0 is a particular solution of the linear dependent equation ax plus by equal to c, then all solutions are given by x equal to x0 plus bt, y equal to y0 minus at for integral values of t. അതായത് GCD of A and B 1 ആണെങ്കിൽ, നേരത്തെ d ആവുമ്പോഴുള്ളതാണ് നമ്മൾ a by d b by d എന്നൊക്കെ പറഞ്ഞ് എഴുതിയത് കഴിഞ്ഞ തിയറത്തിൽ. ഇവിടെ GCD 1 ആണെങ്കിൽ ആ സൊല്യൂഷൻ്റെ ഫോം ഇങ്ങനെ ആയിരിക്കും, where t is any integer. അപ്പോൾ x0 ax plus by equal to c എന്നുള്ള LDയുടെ ഒരു സൊല്യൂഷനാണ് x0 y0 എങ്കിൽ നമുക്കറിയാം any solution can be written of the form x1 equal to x0 plus b by dt, y1 equal to y0 minus a by dt. t is any integer. ഇവിടെ d എന്ന് പറയുന്നത് GCD of A and B ആണ്. നമുക്കറിയാം ഇവിടെ GCD 1 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു ഹിയർ GCD ഈക്വൽ ടു 1. അപ്പോൾ GCD 1 ആകുമ്പോൾ x1 എന്ത് വരും? x1 ഈക്വൽ ടു x0 പ്ലസ് b by 1 എന്ന് വരും. ദാറ്റ് ഈസ് b bt. y1 ഈക്വൽ ടു y0 മൈനസ് a by d എന്നുള്ളത് a by 1 ദാറ്റ് ഈസ് at where t is any integer. സോ GCD 1 ആകുമ്പോൾ സൊല്യൂഷൻസ് ഈ ഫോമിൽ വരും. x1 ഈക്വൽ ടു x0 പ്ലസ് bt, y1 equal to y0 minus at. That is the corollary. Now we have some problems. That is, show that the dependent equation 14x plus 16y equal to 15. ഇതൊരു linear dependent equation ആണ്. It has no solution. ഇതിന് സൊല്യൂഷൻ ഇല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ അവിടെ
സ്റ്റാൻഡേർഡ് ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്താൽ എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി ആണ്. എ എന്ന് പറയുന്നത് 14 ആണ്, ബി എന്ന് പറയുന്നത് 16 ആൻഡ് സി ഈക്വൽ ടു 50. ഡി കണ്ടു നോക്കാം. ജി സി ഡി ഓഫ് എ ആൻഡ് ബി. ജി സി ഡി ഓഫ് 14 ആൻഡ് 16. ക്ലിയർലി ഇറ്റ് ഈസ് 2 ആണ്. രണ്ടിലും 14ലും 16ലും കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 2 ആണ്. പക്ഷേ ഇനി നമുക്ക് സൊല്യൂഷൻ എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സിക്ക് സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡി ഡിവൈഡ്സ് സി എന്നാണ്. അപ്പോൾ 2 ഡിവൈഡ്സ് സി ആവണം. 2 ഡിവൈഡ്സ് 15 ആണോ? 2 15നെ ഡിവൈഡ് ചെയ്യില്ല, കാരണം 2 ഒരു ഈവൻ നമ്പറും 15 ഒരു ഓഡ് നമ്പറുമാണ്. സോ 2 ഡസ് നോട്ട് ഡിവൈഡ്സ് 15. Therefore this equation has no solution. എന്നിട്ട് now we have another problem. 14x plus 35y equal to 93. ഇതിന് സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. a equal to 14, b equal to 35 and c equal to 93. So GCD of a and b equal to GCD of 14 and 35, that is 7. 7 ആണ് highest common, greatest common factor. But 7 does not divide, c എന്ന് പറഞ്ഞാൽ എന്താ 93 ആണ്. 7 does not divide 93. Therefore the given equation has no solution. Okay, thank you.